ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പിറ്റ് ബേബയുടെ സീസൺ 2 ആണ്. സീസൺ 1 കൂടെ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ അതും കൂടെ ചെയ്ത് വരുമ്പോഴത്തേക്കും ഒത്തിരി ടൈം പോവും. പിന്നെ നിങ്ങളെല്ലാവരും അത് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമുക്കെന്തായാലും ഡ്രാമ എന്നുള്ള സംഭവം കുറേ പേർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് അത് വേണ്ട, നമുക്കെന്തായാലും നമ്മുടെ BL തന്നെ കണ്ടിന്യൂ ചെയ്തങ്ങ് പോവാം. സോ നമുക്ക് നേരെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് കിടക്കാം. എപ്പിസോഡ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് ബേബി ആണെങ്കിൽ ഉറങ്ങുന്ന ടൈമിൽ അവൻ്റെ ഉള്ളിൽ വേയുടെ കുറേ ഓർമ്മകൾ വരുന്നതാണ്. അതായത് വേയും അവനും മുമ്പേ ഒരുമിച്ചുണ്ടായിരുന്ന കുറേ മൊമെൻറ്റ്സും, പിന്നെ വേയ്ക്ക് തന്നെ ഇഷ്ടമാണെന്നറിയുമ്പോൾ ഉണ്ടായ കാര്യങ്ങളും, വേയ്ക്ക് വെടികൊള്ളുന്നതും അവൻ മരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവൻ കാണുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് ഞെട്ടി എഴുന്നേക്കാണ്. അതിന് ചാർലി തൊട്ടടുത്ത് കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ചാർലി അവൻ്റെ അടുത്ത്, നീ വീണ്ടും എന്തെങ്കിലും സ്വപ്നം കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അതെ, പക്ഷേ കുഴപ്പമില്ല, നീ ഉറങ്ങിക്കൊള്ളാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം ചാർലി, നീ പേടിക്കുകയൊന്നും വേണ്ട, ഞാൻ നിൻ്റെ ഇവിടെ ഉണ്ടല്ലോ, ഞാൻ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്തോളാം എന്ന് പറയാണ്. ആ സമയം ബേബിയും ഒന്ന് ചിരിക്കുന്നുണ്ട്. ചാർലി ആ സമയം, ഇനിയിപ്പോൾ നിന്നെ ഞാൻ നല്ല അടിപൊളി സ്വപ്നം കാണിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ ഇൻറ്റിമേറ്റ് ആവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം ഒരു റേസിംഗ് മാച്ച് നടക്കാൻ പോവാണ്. ആ ഒരു സീസൺ സ്റ്റാർട്ടാവുകയാണ്, അതായത് റേസിങ്ങിൻ്റെ ആ ഒരു സീസൺ സ്റ്റാർട്ടാവുന്നുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് മാച്ചാണിത്. ബേബിയും ചാർലി ഇപ്പോൾ റേസിന് വേണ്ടിയിട്ട് റെഡിയായി വരുന്നുണ്ട്. ഇപ്പോൾ അവരുടെ കൂടെ അവരുടെ ടീമിൽ കിമ്മും ഉണ്ടായിരുന്നു. അങ്ങനെ കിമ്മിൻ്റെ അടുത്തും കൂടെ വന്നിട്ട് ഇവരിങ്ങനെ സംസാരിക്കുന്ന ടൈമിന് അങ്ങോട്ടേക്ക് അലനും ജെഫും കൂടെ ആയിട്ട് വരുന്നുണ്ട്. ആ സമയം കിമ്മാണെങ്കിൽ ജെഫിൻ്റെ അടുത്ത് എൻ്റെ കാറൊന്ന് നോക്കുമോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ജെഫ് കാറൊക്കെ ചെക്ക് ചെയ്യുന്ന ടൈമിന് ബാക്കിയുള്ളവർ അവരുടെ കാറിലേക്ക് ചെല്ലാനായിട്ട് പോകുന്നുണ്ട്. ആ സമയമാണ് ചാർലി ആരുടെ സൗണ്ട് കേൾക്കുന്നത്. അത് കേൾക്കുമ്പോഴത്തേക്കും അവനാണെങ്കിൽ ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുന്നുണ്ട്. അവൻ്റെ അടുത്തൊന്നുമില്ല, അവനാണെങ്കിൽ അവൻ്റെ പവറിലൂടെ കേൾക്കുന്നതാണത്. ആ സമയം ബേബി വന്നിട്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ചാർലി, ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് എന്തോ കേട്ടതാണ്, നീ പൊക്കോളാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ബേബി അവൻ്റെ കാറിലേക്ക് ചെന്ന് കയറുന്നുണ്ട്. ചാർലി അവൻ്റെ കാറിൽ കയറാൻ പോകുന്നതും അവൻ വീണ്ടും ഈ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. എന്നാൽ ഇത് ആരാണ് സംസാരിക്കുന്നതെന്നൊന്നും അവന് മനസ്സിലാവുന്നില്ല. അതേസമയം നോർത്തിനെ കാണിക്കുമ്പോൾ മുമ്പത്തെ പോലെ തന്നെ റേസ് വരുന്നതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ അവൻ്റെ ഫോണിൽ വ്ളോഗ് പോലെ ഇന്നത്തെ റേസ് സ്റ്റാർട്ടാവാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് റെക്കോർഡ് ചെയ്തുകൊണ്ടങ്ങ് പോകുന്നുണ്ട്. ഈ വർഷത്തെ റേസിന് 10 റേസേഴ്സാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ 5 റൗണ്ട് ആണ് കറങ്ങി വരേണ്ടത്. ഈ 5 റൗണ്ടും കുറച്ച് കിലോമീറ്റേഴ്സ് ഉണ്ട്. റെഡിയാക്കി വെച്ചേക്കുന്ന രീതിയിൽ തന്നെ കറക്റ്റ് വേയിൽ കൂടെ പോയിട്ട് ഫസ്റ്റ് എത്തുന്ന ആൾ ജയിക്കും. അങ്ങനെ ഉടനെ തന്നെ ഗെയിം സ്റ്റാർട്ടാവുന്നുണ്ട്. എപ്പോഴത്തെ പോലെ തന്നെ ഫ്രണ്ടിൽ നമ്മുടെ ബേബി ഉണ്ട്, തൊട്ട് പുറകെ ചാർലി ഉണ്ട്, മൂന്നാമതായിട്ട് കിമ്മുണ്ട്. 3 പേരും ഒരു ടീമായതുകൊണ്ട് തന്നെ ഫസ്റ്റ് 3 പ്ലേസും മറ്റാർക്കും വിട്ടുകൊടുക്കത്തില്ല എന്നുള്ള രീതിയിൽ തന്നെ അവർ മുന്നിൽ നിന്ന് പോകുന്നുണ്ട്. ആ സമയം ഏറ്റവും ബാക്കി കടന്ന് ETA എന്ന് പറഞ്ഞ ടീമിലുള്ള ഒരു കാറ്, ആ കാറാണെങ്കിൽ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് 8ാം സ്ഥാനത്ത് നിന്ന് 7, 6, 5, 4 പെട്ടെന്ന് എത്തുന്നുണ്ട്. 3ാം സ്ഥാനത്താണെങ്കിൽ നമ്മുടെ എക്സാൻഡർ ടീമിൽ നമ്മുടെ കിമ്മാണ്. അപ്പോൾ കിമ്മിൻ്റെ തൊട്ടടുത്ത് എത്തുന്നുണ്ട്. ആ സമയം ഗെയിം കണ്ടുകൊണ്ടിരിക്കുന്നതിൽ അലനാണെങ്കിൽ കിമ്മിൻ്റെ അടുത്ത് ഉടനെ സംസാരിച്ചിട്ട്, നീയാണെങ്കിൽ ആ ഒരു കാറിന് മുന്നിൽ കയറാതെ ഒന്ന് തടയാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം കിമ്മ്, ഞാൻ ഫ്രണ്ടിലോട്ട് കയറാൻ നോക്കുവാണെന്ന് പറയുമ്പോൾ അലനാണെങ്കിൽ, അറിയാം, പക്ഷെ നീ ഇപ്പോൾ ഒന്ന് നമ്മുടെ ടീമിനെ രക്ഷിക്കാനായിട്ട് ഒന്ന് ആ കാറ് ഫ്രണ്ടിലേക്ക് കയറാണ്ട് ബ്ലോക്ക് ചെയ്യാനായിട്ടൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കിമ്മാണെങ്കിൽ ഓക്കെ എന്നുള്ള രീതിയിൽ അവിടെ ബാക്കിൽ നിന്നുകൊണ്ട് അതിനെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിൽ റേസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ആ ഒരു ടീമിലെ കാറാണെങ്കിൽ ഭയങ്കര സ്പീഡിന് തന്നെ വന്നിട്ട് കിമ്മിനെ കടത്തി വെട്ടിയിട്ട് 3ാമത്തെ സ്ഥാനത്ത് കയറുന്നുണ്ട്. പിന്നെ ആ കാറിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ കിടക്കുന്ന ചാർലിയാണ്. ചാർലിയുമായിട്ട് കുറേ ടൈം എടുക്കുന്നുണ്ട് ആ കാറാണെങ്കിൽ ഒന്ന് മുന്നിലേക്ക് വരാനായിട്ട്. ആ സമയം തന്നെ ചാർലി നേരത്തെ ഒരാൾ സംസാരിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. ആ ആൾ മറ്റാരും ആയിരുന്നില്ല, ഈ കാർ റേസ് ചെയ്തുകൊണ്ടിരുന്ന പയ്യൻ സംസാരിച്ച സൗണ്ടായിരുന്നു. അങ്ങനെ ഒരു വലിയ ടേൺ എടുക്കുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ആ ഒരു കാറാണെങ്കിൽ ചാർലിയുടെ കാറിനെയും കടത്തി വെട്ടി സെക്കൻഡ് പ്ലേസിൽ കയറുന്നുണ്ട്. പിന്നെ തൊട്ട് ഫ്രണ്ടിലുള്ളത് ബേബിയാണ്. പിന്നെ ബേബിയായിട്ട് ഭയങ്കര വലിയൊരു റേസ് തന്നെ നടക്കുകയാണ്. ഇവരൊരു ഫൈനൽ റൗണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫിനിഷിംഗ് ലൈനിലേക്ക് എത്തുന്നതും ആ ഒരു കാറ് ബേബിനെയും കടത്തി വെട്ടിയിട്ട് ഫസ്റ്റ് വരുന്നുണ്ട്. അങ്ങനെ ആ കാറിലുള്ള പയ്യൻ പുറത്തിറങ്ങുകയാണ്. അവൻ്റെ പേര് വില്ലി എന്നാണ്. വില്ലി ഇപ്പോൾ പുതുതായിട്ട് റേസ് ചെയ്ത് തുടങ്ങിയ നല്ല ടാലൻ്റുള്ളൊരു പയ്യനാണ്. അങ്ങനെ ആ പയ്യനാണെങ്കിൽ റേസ് ചെയ്ത് ഇങ്ങനെ ഇറങ്ങുന്ന ടൈമിന് തന്നെ അവൻ്റെ അടുത്തേക്ക് ഈ റേസ് ഇങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടേഴ്സിനെ പോലുള്ള ആൾക്കാരൊക്കെ വന്നിട്ട്, ഈ വർഷത്തെ റേസ് ജയിച്ചപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു, ബേബിനെ തോൽപ്പിച്ചപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾ ജയിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു, ജയിച്ചപ്പോൾ എന്താണ് തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു വരുമ്പോൾ അവനാണെങ്കിൽ, എനിക്ക് വലുതായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല, കാരണം ഞാൻ ജയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ നേരെ ബേബിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ബേബിയൊക്കെ നല്ല ദേഷ്യത്തിൽ നിൽക്കായിരുന്നു.
റിപ്പോർട്ടേഴ്സ് ആ സമയം ബേബിയുടെ അടുത്ത് ഈ വർഷത്തെ സ്റ്റാർട്ടിങ് ഗെയിം തോറ്റതിൽ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം അലൻ വന്നിട്ട് നിങ്ങൾ എന്തൊക്കെ ചോദ്യമാണ് ചോദിക്കുന്നത്, ഈ വർഷത്തെ ഫസ്റ്റ് റേസ് അല്ലേ ആയിട്ടുള്ളൂ, ഇനിയും ഒത്തിരി റേസ് ബാക്കിയുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ബേബെ നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ തരത്തില്ല, അതിന് നിങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ആൾക്കാരെല്ലാവരും ചെറിയൊരു ഇൻ്റർവ്യൂ പോലും തരത്തില്ലെന്ന് ചോദിക്കുന്ന സമയത്ത് വില്ലി അങ്ങോട്ടേക്ക് വന്നിട്ട് ബേബിയുടെ അടുത്ത് എൻ്റെ പേര് വില്ലി, നൈസ് ടു മീറ്റ് യു എന്നൊക്കെ പറയുന്നുണ്ട്. ബേബെ അപ്പോൾ എനിക്ക് നിന്നെ പരിചയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല, പിന്നെ നിനക്ക് എന്നോട് ഫോട്ടോ എടുക്കാൻ കിട്ടുന്ന ഒരേ ഒരു അവസരം ഇത് മാത്രമായിരിക്കും എന്ന് പറയുന്നുണ്ട്. വില്ലി അപ്പോൾ അങ്ങനെ കാര്യമായിട്ട് പറയുന്നത് വേണ്ട, ഇപ്പോൾ ഇവിടെ റേസിങ്ങിൽ രാജാവായിട്ട് നിൽക്കുന്ന ഞാനാ, പിന്നെ ആക്ച്വലി ഞാൻ നിങ്ങളുടെ വലിയൊരു ഫാനാണ്, അല്ലാതെ ഞാൻ നിങ്ങളുടെ ശത്രുവൊന്നും അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം നോർത്തും അങ്ങോട്ടേക്ക് വന്നിട്ട് വില്ലിയായിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുമ്പോൾ ചാർലി വില്ലിയുടെ അടുത്ത് നീ ഇപ്പോൾ ജയിച്ചതിൽ നീ ആഘോഷിച്ചോ, പക്ഷേ ഒരുപാട് ആഘോഷിക്കാൻ നിൽക്കരുത്, കാരണം അടുത്ത തവണ നീ തോറ്റു കഴിഞ്ഞാൽ നാണക്കേടായിരിക്കും എന്ന് പറഞ്ഞിട്ട് ബേബിയും ചാർലിയൊക്കെ അവിടെ നിന്ന് പോകുന്നുണ്ട്. വില്ലിയാണെങ്കിൽ അവിടെ ഉള്ളവർക്ക് ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത് ബേബിയും ചാർലിയും അവിടെ നിന്ന് തിരിച്ച് നടന്നു വരുന്ന സമയത്ത് ചാർലി ആണെങ്കിൽ ബേബിയുടെ അടുത്ത് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ബേബി തോറ്റതിൻ്റെ ആ ഒരു ഫ്രസ്ട്രേഷനിൽ എനിക്കൊന്ന് ഒറ്റയ്ക്ക് ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അലനെയും ജെഫിനെയും കാണിക്കുകയാണെങ്കിൽ ജെഫാണെങ്കിൽ അലൻ്റെ അടുത്ത് നീ വിഷമിക്കാതിരിക്കുക, ടെൻഷനാവുകയൊന്നും വേണ്ട, ഇത് ഫസ്റ്റ് റേസ് ആയതല്ലേ ഉള്ളൂ, ഒരു പക്ഷേ റേസ് ചെയ്തിട്ട് കുറച്ച് നാളായതുകൊണ്ട് ബേബിക്ക് ചിലപ്പോൾ അതിൻ്റെ ആ ഒരു ഇതങ്ങ് വിട്ടുപോയതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം അവൻ അങ്ങനെയൊന്നും വിട്ടുപോകത്തില്ല, അവൻ ഒത്തിരി റേസ് ചെയ്തിട്ടുള്ളതാ, അവനെപ്പം നമ്പർ 1 ആയിരിക്കുകയും ചെയ്തതാ, പക്ഷേ വില്ലിക്ക് നല്ല കഴിവുണ്ടെന്ന് തോന്നുന്നു എന്ന് അലൻ തിരിച്ച് പറയുന്നുണ്ട്. ജെഫ് ആ സമയം അത് ശരിയാ, വില്ലി നല്ല യങ്ങാണെങ്കിലും അവൻ്റെ ടാലൻറ്റിൽ നമ്മൾ ചെറുതായിട്ട് പേടിക്കേണ്ടി വരും, പക്ഷേ കുഴപ്പമില്ല, ഈ വർഷത്തെ ചാമ്പ്യൻഷിപ്പ് നമ്മൾ X100 ടീമിനെ തന്നെ കൊണ്ടുപോകാം, നീ അതുകൊണ്ട് വിഷമിക്കാതിരിക്കാനൊക്കെ പറയുന്നുണ്ട്. ആ സമയം അലനും ഓക്കെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ പോകാം, പക്ഷേ എനിക്കൊരു കിസ്സ് തരാനൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ജെഫ് അലൻ്റെ കവിളിലൊരു കിസ്സ് കൊടുക്കുന്നുണ്ട്. ആ ടൈമിൽ ജെഫിന് പെട്ടെന്ന് എന്തോ ഫീൽ ആവുന്നുണ്ട്. ആ സമയം അത് ശ്രദ്ധിച്ചിട്ട് അലനാണെങ്കിൽ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ജെഫ് ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അലൻ വണ്ടിയിലേക്ക് കയറാണ്. ജെഫ് വണ്ടി കയറാൻ പോകുന്ന സമയത്ത് അവൻ വീണ്ടും എന്തോ ഫീൽ ആവുകയാണ്. അത് ആക്ച്വലി അവൻ്റെ പവർ ഇങ്ങനെ വർക്കാവുന്നതായിരുന്നു. ജെഫിൻ്റെ പവർ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കുമല്ലോ, അതായത് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്നൊരു കുറച്ച് കുഞ്ഞു കാര്യം അവന് പെട്ടെന്ന് അവൻ്റെ വിഷനായിട്ട് ഇങ്ങനെ വരും, അതുപോലെ ഇപ്പോൾ ഒരു വിഷൻ അവന് വരുന്നുണ്ട്. ആ വിഷൻ കാണുമ്പോഴത്തേക്കും അവൻ അങ്ങോട്ട് ചെറുതായിട്ട് ഷോക്കാവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നൊരു ലാബാണ്. ആ ലാബെന്ന് പറയുമ്പോൾ പീറ്റ് നടത്തുന്നതാണ്. അതിലിപ്പോൾ അവർ കുറേ മരുന്നൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. അതായത് ഇവർക്കുള്ള എല്ലാ പവേഴ്സും ഇവരെല്ലാവരും, അതായത് നമ്മുടെ ബേബി ആയാലും ചാർലി ആയാലും പീറ്റ് ആയാലും എല്ലാവരുടെയും പവേഴ്സ് ഇവരങ്ങ് ഫുള്ളായിട്ട് നശിപ്പിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. കാരണം ലാസ്റ്റ് ഇതുകൊണ്ട് ഇവർക്ക് തന്നെ പ്രശ്നം ഉണ്ടാകുന്നൊരു ഫീൽ ഇവർക്ക് തുടങ്ങുന്നത് കൊണ്ട് തന്നെ അങ്ങനെ അതിൻ്റെ മരുന്നെല്ലാം കണ്ടുപിടിക്കാനായിട്ട് പീറ്റ് തന്നെ സ്വന്തം പൈസ ചിലവാക്കി റിസർച്ചേഴ്സിനൊക്കെ വെച്ചിട്ട് നല്ലതുപോലെ ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പം തന്നെ ഒരുപാട് മരുന്ന് കണ്ടുപിടിച്ചു, എന്നാൽ ഒന്നും വർക്കാവുന്നില്ല. അങ്ങനെ ഇപ്പോൾ മറ്റൊരു മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്, അതിതുപോലെ പവറുള്ള ഒരാളിൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ ട്രൈ ചെയ്യുന്ന സമയത്തായിരുന്നു അങ്ങോട്ടേക്ക് ചാർലിയും വരുന്നത്. അങ്ങനെ പീറ്റും ചാർലിയും കൂടെ ആയിട്ട് പുറത്ത് നിന്നിട്ട് ഇത് വർക്കാവുന്നുണ്ടോ നോക്കുമ്പോഴത്തേക്കും ആ ഒരു മരുന്ന് വർക്കാവുന്നില്ല, അതിൻ്റെ സൈഡ് എഫക്റ്റും അയാളുടെ ബോഡിയിൽ കാണിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. അങ്ങനെ ഉടനെ തന്നെ അതിൻ്റെ ആൻറ്റിഡോട്ടെല്ലാം അയാൾക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു മരുന്നൊക്കെ കണ്ടുപിടിച്ച് അവിടുത്തെ മെയിൻ റിസർച്ചറായിട്ടുള്ള ടച്ച് എന്ന് പറയുന്ന പയ്യൻ, ആ പയ്യൻ്റെ അടുത്ത് ഇപ്പോൾ പീറ്റും ചാർലിയും സംസാരിക്കുന്നുണ്ട്. ആ സമയം പയ്യനാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരാളെ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ചാർലി ആണെങ്കിൽ നമ്മുടെ ഈ സ്ഥലത്ത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള നീയല്ലേ, അതുകൊണ്ടല്ലേ നിന്നെ വെച്ചത് എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ടച്ച് US ഈ ആൽഫ ജെനറ്റിക്സിലൊക്കെ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരു ഡോക്ടറുണ്ട്, നമുക്ക് ആളെ വരുത്തിയാലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും പീറ്റാണെങ്കിൽ ഇതിനെതിരെയുള്ള മരുന്ന് കണ്ടുപിടിക്കാനായിട്ട് അയാൾക്ക് പറ്റുമെങ്കിൽ എത്ര പൈസ ചിലവാക്കാനും ഞാൻ റെഡിയാണ്, അയാളെ വിളിച്ചോളാനായിട്ട് പറയുന്നുണ്ട്. അടുത്ത് ബേബിനെ കാണിക്കുമ്പോൾ അവനാണെങ്കിൽ ആ ഒരു റേസിങ്ങിൽ തോറ്റേണ്ട ദേഷ്യമൊക്കെ ഉണ്ട്. അങ്ങനെ അവൻ ഒരിടത്തിരുന്ന് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ്റെ മനസ്സിൽ അവൻ തോറ്റതും വലിയ ഫ്രണ്ടിലേക്ക് വന്നതും അതൊക്കെ തന്നെയാണുള്ളത്. പിന്നീട് അവൻ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ അവനെ വെയിറ്റ് ചെയ്തിട്ട് അവിടെ ചാർലി നിൽക്കുന്നുണ്ടായിരുന്നു. ബേബി ഇന്നത്തെ ദിവസം ഫുള്ള് മൂഡ് ഓഫ് ആയിരിക്കും എന്ന് ചാർലിക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ ബേബി വരുമ്പോൾ തന്നെ ചാർലി ആണെങ്കിൽ ബാഗിങ് വന്നു ഇവിടെ ഇരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ബേബിനെ ഒരു മാസ്റ്ററിനെ പോലെയൊക്കെയാണ് അങ്ങോട്ട് നോക്കുന്നത്. അതിനുശേഷം ബേബി ആണെങ്കിൽ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ചാർലി ആണെങ്കിൽ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നുണ്ട്. ആ സമയം ബേബി ഇന്ന് നീ ആണെങ്കിൽ പീറ്റിൻ്റെ ആ ഒരു റിസർച്ചിൻ്റെ ആ ലാബിൽ പോയായിരുന്നു, നീ മരുന്ന് റിസർച്ച് ചെയ്ത് നോക്കിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കാരണം ചാർലിയുടെ ബോഡിയിലും ഇവർ കണ്ടുപിടിക്കുന്ന മരുന്നുകൾ റിസർച്ച് ചെയ്യാറുണ്ട്, എന്നാൽ ഇതുവരെയായിട്ട് വർക്കായിട്ടുമില്ല. ചാർലിയുടെ പവേഴ്സ് എല്ലാം അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. ആ സമയം ചാർലി ഇല്ല, ഇന്ന് തന്നെ പീറ്റ് എൻ്റെ ബോഡിയിൽ മരുന്നൊന്നും പരീക്ഷിക്കാനായിട്ട് സമ്മതിച്ചില്ല, കാരണം റേസിംഗ് ഒക്കെ നടക്കുകയല്ലേ, അപ്പോൾ എൻ്റെ ബോഡിയിൽ സൈഡ് എഫക്റ്റ് ഒക്കെ ഉണ്ടാവണ്ടെന്ന് കരുതിയിട്ട് എൻ്റെ അടുത്ത് ടെസ്റ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇതുവരെയായിട്ട് ഒരു മരുന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ബേബിയാണെങ്കിൽ
ആ കാര്യമൊക്കെ ഓർത്തിട്ട് നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? സത്യം പറഞ്ഞാൽ റേസ് തോറ്റാൽ ഞാനല്ലേ വിഷമിക്കേണ്ടത് എന്നിങ്ങനെ പറയുമ്പോൾ ചാർലി ആണെങ്കിൽ നിനക്ക് വിഷമമുണ്ടെങ്കിൽ ഞാൻ ആ വിഷമം മാറ്റിത്തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ കിസ് ചെയ്തിട്ട് ഇൻറ്റിമേറ്റ് ആവുന്നുണ്ട്. അതേസമയം തന്നെ ജെഫ് ആണെങ്കിൽ ചാർലീനെ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിങ്ങനെ ഇൻറ്റിമേറ്റ് ആവുന്ന ടൈമിന് ചാർലി ഇത് ശ്രദ്ധിക്കുന്നുമില്ല, കോൾ അറ്റൻഡ് ചെയ്യുന്നുമില്ല. ജെഫിനെ കാണിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ചാർലി കോൾ അറ്റൻഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ ഇങ്ങനെ ഫോൺ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് അലൻ വരുന്നത്. ഇവരിപ്പോൾ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അലൻ വന്നിട്ട് നീ എന്താ ഇവിടെ നിൽക്കുന്നത്, നമുക്ക് ഉറങ്ങാൻ പോയാലോ, ഇപ്പോൾ തന്നെ ഒത്തിരി ലേറ്റായി, നിന്നെ നോക്കിയിരുന്നിട്ട് ഞാൻ തന്നെ ജസ്റ്റ് ഒന്ന് ഉറങ്ങിപ്പോയെന്നൊക്കെ പറയുന്നുണ്ട്. ജെഫ് ആ സമയം നീ പോയി കിടന്ന് ഉറങ്ങിക്കോ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം, എനിക്കൊരു അല്പ വർക്കും കൂടെ ചെയ്ത് തീർക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അലൻ്റെ കൈയാണെങ്കിൽ ചെറുതായിട്ട് നീക്കി മാറ്റുന്നുണ്ട്. ആ സമയം അലനാണെങ്കിൽ ഇതെന്താ എൻ്റെ കൈയൊക്കെ ഇങ്ങനെ നീക്കി മാറ്റുന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിൻ്റെ ഫ്യൂച്ചർ കാണാനുള്ള പവർ എങ്ങാനും തിരിച്ചു വന്നോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നാൽ അത് തിരിച്ചു വന്നെങ്കിലും ജെഫാണെങ്കിൽ അത് തിരിച്ചു വന്നിട്ടൊന്നുമില്ല. എനിക്കാണെങ്കിൽ ഇപ്പോൾ കുറേ നാളായിട്ട് എൻ്റെ പവർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ള കാര്യം നിനക്കും അറിയാമല്ലോ എന്ന് പറയുന്നുണ്ട്. അലനാ സമയം അത് ശരിയാ, ഇല്ലെങ്കിൽ നിന്നെ ഹഗ് ചെയ്ത് ഉറങ്ങാനായിട്ട് നീ എന്നെ സമ്മതിക്കത്തില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് അവൻ ഉറങ്ങാനായിട്ട് വിളിക്കുന്നുണ്ട്. ആ സമയം അലനാണെങ്കിൽ കുറച്ചുകൂടെ വർക്കുണ്ട്, നാളെ പിന്നെ മരിച്ചതിൻ്റെ ആനിവേഴ്സറി അല്ലേ, അപ്പോൾ പിന്നെ ഞാൻ ഇന്നേ വർക്കൊക്കെ ചെയ്ത് തീർത്തിട്ട് വരാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അലനും ഓക്കെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാണ്. ജെഫാണെങ്കിൽ അലൻ്റെ അടുത്ത് ഇപ്പോൾ അങ്ങോട്ട് ക്ലോസ് ആവാത്തത് അവൻ്റെ പവർ തിരിച്ചു വന്നതുകൊണ്ടാണ്. കാരണം സീസൺ 1 നമ്മളെല്ലാവരും കണ്ടതാണ്, ജെഫ് എല്ലാവരുടെ അടുത്തുനിന്നും ഒരു ഡിസ്റ്റൻസ് ഇട്ടായിരുന്നു നിൽക്കുന്നത്. കാരണം ആരെ ടച്ച് ചെയ്താലും അവരുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചറായിരിക്കും അവന് കാണാൻ പറ്റുന്നത്. സോ ഇപ്പോൾ അവൻ്റെ പവർ തിരിച്ചു വന്നതുകൊണ്ട് തന്നെ അലനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിലുള്ള എന്തെങ്കിലും സംഭവങ്ങൾ അവൻ വീണ്ടും കാണാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അവൻ അല്ല ഇപ്പോൾ പറഞ്ഞു വിട്ടത്. എന്നാൽ അവനോട് ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്തായാലും പെട്ടെന്ന് അവനൊരു വിഷൻ വരുന്നുണ്ട്. ആ വിഷനിൽ അവൻ ഏതോ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെ വെച്ച് അവൻ വെയിനെ കാണുന്നുണ്ട്. ഉടനെ തന്നെ അവൻ ആ വിഷനിൽ നിന്ന് പുറത്ത് വരാണ്. വെയിനെ കണ്ടതുകൊണ്ട് തന്നെ അവനൊന്ന് ഷോക്കാവുന്നുണ്ട്. ഈ വിഷൻ വന്ന ടൈമിന് അവൻ്റെ മൂക്കിൽ നിന്ന് ബ്ലഡും വരുന്നുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് നൈറ്റ് ടൈം തന്നെയാണ്. ഒരു കാറിൽ ഏതൊക്കെയോ ആൾക്കാർ കെൻറ്റേനെയും പിന്നെ ഡീനിനെയും വിന്നറിനെയും കൂടെ ആയിട്ട് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നൊക്കെയാണ്. ഇവർ മൂന്നുപേരും ജയിലിലായിരുന്നു. എന്നാൽ ആരോ ഇവർ മൂന്നുപേരും ജയിലിൽ നിന്ന് പുറത്തിറക്കിയിട്ട് ഇപ്പോൾ ഒരു വണ്ടിയിൽ ഇങ്ങനെ കൊണ്ടുവന്നൊക്കെയാണ്. കൊണ്ടുവരുന്ന ടൈമിന് ഇവരുടെ തലയെല്ലാം ഒരു തുണിയിട്ട് മൂടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ സ്ഥലത്തെത്തുമ്പോൾ അവരെടുത്ത് അതൊക്കെ അഴിച്ചു മാറ്റാനായിട്ട് പറയുന്നുണ്ട്. അത് അഴിച്ചു മാറ്റുന്ന ടൈമിന് പെട്ടെന്ന് തന്നെ ഡീന് അവൻ ഇരിക്കുന്ന സൈഡിലെ ഡോർ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ഒന്നും നോക്കാണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നുണ്ട്. എന്നാൽ അവരെ കൊണ്ടുവന്ന ആ ഒരാളാണെങ്കിൽ അതിലൊന്നും പേടിക്കുകയൊന്നും ചെയ്യുന്നില്ല. പെട്ടെന്ന് തന്നെ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് അവനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇത് കാണുന്നതും വിന്നർ അങ്ങോട്ട് പേടിക്കുന്നുണ്ട്. കെൻ്റെയും വിന്നറും വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നില്ല. അടുത്ത് പീറ്റിനെ കാണിക്കുമ്പോൾ അവനാണെങ്കിൽ ഇപ്പോൾ അവൻ്റെ റൂമിലേക്ക് നൈറ്റ് വർക്കെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരായിരുന്നു. ആ സമയം ഒരാൾ അങ്ങോട്ടേക്ക് വന്നിട്ട് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ എല്ലാം ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പേപ്പറും സംഭവമൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് വാങ്ങിച്ചിട്ട് അവൻ്റെ റൂമിൻ്റെ അകത്തേക്ക് കയറി പോകുമ്പോൾ അവൻ്റെ റൂമിൽ വേയുടെ ഒരു ഫോട്ടോ ഇരിപ്പുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ മുമ്പ് വേയ്ക്ക് അവനാണെങ്കിൽ എഴുതി വെച്ചൊരു സ്റ്റിക്കി നോട്ടുള്ള മെസ്സേജും അതും ഇങ്ങനെ കൂടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം അവനിങ്ങനെ എടുത്ത് നോക്കിയിട്ട് വേയിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. പിറ്റേ ദിവസം വേ മരിച്ചതിൻ്റെ ആനിവേഴ്സറി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വർക്കും കാര്യങ്ങളെല്ലാം ഇതുപോലെ അലനും നോർത്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് സോണിക്ക് വരുന്നത്. സോണിക്ക് ഇപ്പോൾ ഇവരുടെ കൂടെയല്ല ഉള്ളത്, അവനിപ്പോൾ എബ്രോഡ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്കും അവനെ കാണുമ്പോൾ നോർത്ത് ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. സോണിക്ക് വന്നോണ്ടേ തന്നെ അലനെയും ജെഫിനെയും ഹഗ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് സുഖമുണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. ആ സമയം സോണിക്ക് തിരിച്ചു വന്നതിലെ സന്തോഷം നോർത്തിൻ്റെ മുഖത്ത് നല്ലതുപോലെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ അടുത്ത് സംസാരിച്ചതിന് ശേഷം സോണിക്ക് നോർത്തിനോട് സംസാരിക്കാനായിട്ട് വരാണ്. ആ സമയം നോർത്ത് നീ ഇപ്പം തിരിച്ചു വരുമെന്ന് വിചാരിച്ചില്ല, കാരണം കുറച്ച് നാളായിട്ട് നിൻ്റെ വിവരമൊന്നും ഇല്ലായിരുന്നല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ സോണിക്കാണെങ്കിൽ അത് പിന്നെ ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് ഫസ്റ്റ് ഇയർ ആയിട്ടല്ലേ ഉള്ളൂ, അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുത്തു. പക്ഷേ ഇപ്പോൾ എന്തായാലും ഞാൻ ഇങ്ങനെ വന്നില്ലേ എന്നിങ്ങനെ പറയുമ്പോൾ നോർത്ത് നീ എത്ര ദിവസം ഇവിടെ ഉണ്ടാവും എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം സോണിക്ക് അതിന് മറുപടി കൊടുക്കുന്നില്ല. ആ ടൈമിന് അലനാണെങ്കിൽ ഇവരുടെ രണ്ടുപേരെടുത്തും പോയി വർക്ക് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. നോർത്ത് വർക്ക് ചെയ്യുമ്പോൾ സോണിക്കിനോട് ഹെൽപ്പ് ചെയ്യാനും പറയുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് പോവാണ്. ഈ സമയം ജെഫ് അലൻ്റെ അടുത്ത് നീ എന്താ അവർ രണ്ടുപേരെയും സെറ്റാക്കാനായിട്ട് നോക്കുകയാണെന്ന് നോക്കുമ്പോൾ അലനാണെങ്കിൽ വർഷങ്ങളായിട്ട് രണ്ടും ഒരുമിച്ചുള്ളതല്ലേ, എന്നിട്ട് ഇതുവരെയായിട്ട് സെറ്റായില്ല, അതുകൊണ്ട് ഞാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷേ കണ്ടിട്ട് രണ്ടും ഇക്കാലത്തൊന്നും സെറ്റാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അടുത്ത് പിന്നീട് അവരാണെങ്കിൽ വേയുടെ ആ ഒരു ഡെത്ത് ആനിവേഴ്സറി ഒക്കെ ആഘോഷിക്കാനായിട്ട് വേയുടെ റേസിംഗ് കാർ അവരിങ്ങനെ ഫ്രണ്ടിലൊക്കെ എടുത്തിട്ടിട്ട് അവൻ്റെ ഫോട്ടോയൊക്കെ അവിടെ വെച്ചിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ആ സമയം അലൻ്റെ അടുത്ത് സംസാരിക്കാനായിട്ട് കിമ്മ് വരാണ്. കിം അലൻ്റെ അടുത്ത് ഞാൻ നിങ്ങളുടെ ടീമിൽ നിന്ന് റിസൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ അലനാണെങ്കിൽ എന്ത് പറ്റി, നമ്മളെല്ലാവരും നല്ല ക്ലോസ് ആയതല്ലേ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞോളാനായിട്ട് പറയുമ്പോൾ കിമ്മാണെങ്കിൽ അത് പിന്നെ എനിക്കും നമ്പർ 1 ആക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഇവിടെ നിന്നാൽ അതിനെനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഇപ്പോൾ തന്നെ ബേബേനെ തോപ്പിച്ചുകൊണ്ട് വില്ലി എന്ന് പറഞ്ഞിട്ടൊരു പയ്യൻ വന്നിട്ടുണ്ട്, എനിക്ക് നമ്പർ 1 ആവണമെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ശ്രമിക്കണമെന്ന് എനിക്ക് തോന്നി, അതാണ് കാര്യമെന്ന് പറയുന്നുണ്ട്.
അലനപ്പോൾ എനിക്കിതിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടല്ല, പക്ഷെ നമ്മളിവിടെ ഒരു ടീമായിട്ടല്ലേ വർക്ക് ചെയ്യുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും കിമ്മാണെങ്കിൽ അത് ശരിയാണ്, അതെനിക്കറിയാം, ഇവിടുത്തെ നമ്പർ 1 എപ്പോഴും ബേബി തന്നെയായിരിക്കും, അതുകൊണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് നമ്പർ 1 ആവാൻ പറ്റത്തില്ല. പിന്നെ ഇക്കാര്യത്തിൽ എനിക്ക് നിങ്ങളുടെ അടുത്തൊരു ദേഷ്യവും ഇല്ല. റേസിൻ്റെ ടൈമിൽ നമ്മളെല്ലാവരും ഇനി തൊട്ട് വേറെ വേറെ ടീമുകളായിരിക്കും. പക്ഷേ റേസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴത്തെയും പോലെ തന്നെ ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ ഞാൻ നിങ്ങളുമായിട്ട് നല്ല ക്ലോസും ആയിരിക്കും, നമ്മൾ ഫ്രണ്ട്സും ആയിരിക്കും. പിന്നെ ഏതെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ഒരു റേസിൽ ഞാൻ ബേബേനെ തോൽപ്പിക്കുകയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് നിങ്ങൾക്ക് ദേഷ്യം തോന്നരുത് എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഹാൻഡ് ഷേക്കൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അലനാണെങ്കിൽ ഗുഡ് ലക്ക് ഒക്കെ പറയുന്നുണ്ട്. അതിനുശേഷം കിം അവിടെ നിന്ന് പോവാണ്. പോയി കഴിയുമ്പോൾ ജെഫ് വന്നിട്ട് അലൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അലൻ ഇതുപോലെ കിം ഇറങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ജെഫ് ആ സമയം എനിക്ക് ഓൾറെഡി തോന്നിയിരുന്നു കിം ഇതിനെക്കുറിച്ച് നിൻ്റെ അടുത്തൊന്ന് സംസാരിക്കുമെന്ന്, കുഴപ്പമില്ല എന്തായാലും നീ വിഷമിക്കേണ്ടെന്നൊക്കെ പറയുമ്പോൾ അലനാണെങ്കിൽ പക്ഷേ നമ്മുടെ ടീമിലുള്ള ഓരോരുത്തരായിട്ട് പൊക്കോണ്ടിരിക്കുകയല്ലേ, ഇനി കുറച്ച് കാലം കൂടെ കഴിയുമ്പോഴത്തേക്കും ഓരോരുത്തരുടെ വഴിക്ക് പോകുമെന്ന് പറയുമ്പോഴത്തേക്കും ജെഫാണെങ്കിൽ നീ എന്തിനാ അതിന് വിഷമിക്കുന്നത്, ആരൊക്കെ എങ്ങോട്ട് പോയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അലന് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് ആ ഒരു വേയുടെ ആ ഒരു ഫോട്ടോയുടെ മുന്നിൽ മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ട് നമ്മുടെ നോർത്തും സോണിക്കും ബേബിയും ചാർലിയും പിന്നെ അലനും ജെഫും കൂടെ ആയിട്ട് ബൊക്കെയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ സമയം എല്ലാവരും ഇങ്ങനെ മൂഡ് ഓഫായി നിൽക്കുന്ന കാണുമ്പോൾ നോർത്താണെങ്കിൽ ആ ഒരു മൂഡ് ചേഞ്ച് ചെയ്യാനായിട്ട് വേയുടെ ഫോട്ടോയുടെ ഫ്രണ്ടിൽ പോയിട്ട് വേയുടെ അടുത്ത് ഇപ്പം തന്നെ നീ ഞങ്ങളെ വിട്ട് പോയിട്ട് 1 വർഷമായില്ലേ, ഇനിയെങ്കിലും എൻ്റെ സ്വപ്നത്തിലോട്ടൊന്ന് വന്നിട്ട് വല്ല ലോട്ടറി അടിക്കാനുള്ള ട്രിക്ക് വല്ലതും എനിക്ക് പറഞ്ഞു തന്നൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം സോണിക്ക് വന്ന് നോർത്തിനെ പിടിച്ച് മാറ്റിയിട്ട് മര്യാദയ്ക്ക് ഇരിക്കാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം നോർത്ത് എല്ലാവരുടെയും മൂഡ് ഇങ്ങനെ മാറിയിരിക്കുന്നതുകൊണ്ട് അത് നോക്കിയാക്കാനായിട്ട് ഞാൻ പറഞ്ഞതാണെന്ന് പറയുന്നുണ്ട്. അലനും ആ സമയം ശരിയാ, നമ്മളെല്ലാവരും ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് ഇനി എന്ത് മാറ്റം സംഭവിക്കാനാ, സംഭവിക്കേണ്ടതെല്ലാം ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞില്ലേ, ഇനി അതിന് നമുക്ക് മാറ്റാനൊന്നും പറ്റത്തില്ലല്ലോ എന്ന് പറയാണ്. ആ സമയം ബേബി വിഷമിച്ചിരിക്കുന്നത് അലൻ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ബേബിയുടെ അടുത്ത് നീ ഇങ്ങനെ വിഷമിച്ച് നിൽക്കാതെ, നിന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ടുള്ളത് വേയാണ്, പിന്നെ നീ ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത് വേയ്ക്കും സങ്കടമാവത്തില്ലേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ബേബിയും വേയുടെ ഫോട്ടോയുടെ ഫ്രണ്ടിൽ ചെന്ന് നിന്നിട്ട് എനിക്കുണ്ടായിരുന്ന ഒരേ ഒരു ബെസ്റ്റ് ഫ്രണ്ട് നീയാണ്, എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ചാർലിയും അപ്പോൾ അങ്ങോട്ടേക്ക് മുന്നോട്ടേക്ക് വന്നിട്ട് വേയുടെ ഫോട്ടോയിൽ നോക്കി പറയുന്നുണ്ട് നീ വിഷമിക്കണ്ട, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ബേബേനെ നല്ലതുപോലെ നോക്കിക്കോളാന്ന്. ആ ടൈമിനാണ് അങ്ങോട്ടേക്ക് പീറ്റ് വരുന്നത്. അങ്ങനെ അവൻ വന്നിട്ട് ബൊക്കെയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വേറെ ഫോട്ടോയിൽ തന്നെ ഒന്നും സംസാരിക്കാതെ നിൽക്കുന്നുണ്ട്. അങ്ങനെ പീറ്റിന് ഒന്ന് ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട് ബാക്കി എല്ലാവരും അവിടെ നിന്ന് പോകുന്നുണ്ട്. പീറ്റാണെങ്കിൽ വേയുടെ ഫോട്ടോയിലേക്ക് തന്നെ നോക്കി നിന്നിട്ട് ഐ ലവ് യു എന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് അടുത്ത് ചാർലിയും ബേബിയും കൂടെ ആയിട്ട് എങ്ങോട്ടോ പോകാൻ നിൽക്കുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ജെഫ് വന്നിട്ട് എനിക്ക് ചാർലിയുടെ അടുത്തൊന്ന് സംസാരിക്കാനുണ്ടെന്ന് പറയാണ്. ആ സമയം ചാർലി നമുക്ക് നാളെ വല്ലോ സംസാരിച്ചാൽ മതിയോ, ഇന്നെനിക്ക് ബേബിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും അവനാണെങ്കിൽ ഒരൊറ്റ സെക്കൻഡ് ഇപ്പം കഴിയുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചാർലി ബേബിയുടെ അടുത്ത് ശരിയാണ് നീ കാറിൽ പോയിരിക്കും ഞാനിപ്പോൾ വരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ബേബി കാറിൽ ചെന്നിരുന്നു എന്ന് ഉറപ്പായി കഴിഞ്ഞതും ജെഫാണെങ്കിൽ ചാർലിയുടെ അടുത്ത് എനിക്കാണെങ്കിൽ എൻ്റെ ആ ഒരു പവേഴ്സ് എല്ലാം തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്, അതെനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് വരുന്നതനുസരിച്ച് ചില സമയം എൻ്റെ മൂക്കിൽ നിന്ന് ബ്ലഡും വരുന്നുണ്ട്, എൻ്റെ ബോഡിയിൽ ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്, എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് പറയാണ്. ആ സമയം ചാർലി നീ വിഷമിക്കാതിരിക്കുക, പെട്ടെന്ന് തന്നെ പീറ്റ് ഒരു മരുന്ന് കണ്ടുപിടിക്കും, അങ്ങനെ നമ്മുടെ പവറെല്ലാം നിൽക്കുമെന്ന് പറയുന്നുണ്ട്. ആ സമയം ജെഫാണെങ്കിൽ അതുമാത്രമല്ല ഞാൻ കാണുന്ന ആ ഒരു വിഷൻ അത് ആക്ച്വലി ഫ്യൂച്ചറാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്ന് പോലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ചാർലി നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ജെഫാണെങ്കിൽ അത് പിന്നെ ഞാൻ എൻ്റെ വിഷനിൽ വേയിനെ കണ്ടു എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ ചാർലി ഒന്ന് ഷോക്കാവുന്നുണ്ട്. അതിനുശേഷം ചാർലി കുറച്ച് കഴിയുമ്പോൾ ബേബിയുമായിട്ട് പീറ്റിൻ്റെ ഒരു റിസർച്ച് ലാബിലേക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇതുവരെയായിട്ട് ബേബി അങ്ങോട്ടേക്ക് വന്നിട്ടില്ല. അങ്ങനെ ചാർലി കൊണ്ടുവന്നിട്ട് ബേബിക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സമയം ബേബിയാണെങ്കിൽ ചാർലിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഈ കണ്ടുപിടിച്ച മരുന്ന് ഓരോ ആൾക്കാരിൽ ഇങ്ങനെ പരീക്ഷിക്കുന്നത് അവരെ ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കുന്നതാണോ, വേറെ എന്തെങ്കിലും പരിപാടി നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ചാർലി അപ്പോൾ നീ പേടിക്കേണ്ട, അങ്ങനെയൊന്നുമില്ല, ഈ ഒരു മരുന്നെല്ലാം പരീക്ഷിക്കുന്ന ആൾക്കാർ അവരായിട്ട് തന്നെ സമ്മതിച്ച് ആ മരുന്ന് പരീക്ഷിക്കാമെന്ന് സമ്മതിച്ചിട്ട് വന്നേക്കുന്നതാണ്, ഞങ്ങളായിട്ട് ആരെയും ഫോഴ്സ് ചെയ്തിട്ടില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം അങ്ങോട്ടേക്ക് പീറ്റും വന്നിട്ട് ഇവരുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. പീറ്റാണെങ്കിൽ ബേബിയുടെ അടുത്ത് ചാർലിനെ ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ ചെയ്യാനൊക്കെ ആയിട്ട് ഇങ്ങനെ സമ്മതിച്ചതിന് താങ്ക്സ് പറയുന്നുണ്ട്. ആ സമയം ബേബി ഞാൻ സമ്മതിച്ചതൊന്നുമല്ല, അവനവൻ്റെ ഇഷ്ടത്തിന് ഈ എക്സ്പെരിമെൻറ്റിൽ വന്ന് ജോയിൻ ചെയ്തതാണ്, പിന്നെ ഞാൻ തടഞ്ഞാലും അവനാണെങ്കിൽ അനുസരിക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം അങ്ങോട്ടേക്ക് അവിടെ ലാബിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫായിട്ടുള്ള റിസർച്ചർ ആ ലേഡിയാണെങ്കിൽ പീറ്റിൻ്റെ അടുത്തേക്ക് വന്ന് സംസാരിക്കുന്നുണ്ട്. ആ സമയം പീറ്റ് ഇന്ന് മരുന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള ആൾ റെഡിയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ അതേ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ടച്ച് അവിടെ നോക്കുമ്പോൾ ടച്ചാണെങ്കിൽ മറ്റേ പുതിയ റിസർച്ചറിനെ വിളിക്കാനായിട്ട് പോയേക്കാം ഇപ്പോൾ വരുമെന്ന് പറയുന്നുണ്ട്. ആ സമയം പീറ്റാണെങ്കിൽ ആ പുതിയ റിസർച്ചർ ഇന്നാണോ വരുന്നതെന്ന് ചോദിക്കുമ്പോൾ അതേന്ന് ആ ലേഡി പറയുന്നുണ്ട്. ചാർലിയും ഇത്ര പെട്ടെന്ന് നമ്മുടെ ഓഫർ അയാൾ അക്സെപ്റ്റ് ചെയ്തു എന്ന് നോക്കിയപ്പോൾ ആ ലേഡി അക്സെപ്റ്റ് ചെയ്തു, പെട്ടെന്ന് തന്നെ ആ മരുന്ന് കണ്ടുപിടിക്കുന്നതിൻ്റെ റിസർച്ച് എല്ലാം സ്റ്റാർട്ട് ചെയ്യാമെന്ന് അയാൾ പറഞ്ഞു, ദേ അത് അവർ വരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ തിരിഞ്ഞു നോക്കുന്ന സമയത്താണ് ഇവർ മൂന്നുപേരും ഷോക്കാവുന്നത്. കാരണം വന്ന ഒരാളെ കാണാൻ എക്സാക്റ്റ് വേയിനെ പോലെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ വേയാണെന്ന് കരുതിയിട്ട് ഇവർ മൂന്നുപേരും പെട്ടെന്ന് അയാളുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. വേയിനെ കാണുമ്പോഴത്തേക്കും പെട്ടെന്ന്
ബേബിയും ചാർലിയും ഷോക്കാവുന്നുണ്ട്. എന്നാൽ വേ ജീവനോടെ ഉണ്ട് എന്നിങ്ങനെ പെട്ടെന്ന് കാണുമ്പോഴത്തേക്കും അതിൽ സന്തോഷിച്ചിട്ട് പീറ്റാണെങ്കിൽ അവനെ ഹഗ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. എന്നാൽ വേ ആണെങ്കിൽ തടഞ്ഞിട്ട് ഐ എം സോറി, നിങ്ങൾക്ക് ആള് മാറിപ്പോയി എന്നിങ്ങനെ തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയം ബേബേ നീ ആരാ, നീ വേ അല്ലേ എന്നിങ്ങനെ ചോദിക്കുന്ന ടൈമിന് ടച്ചാണെങ്കിൽ ഇതാണ് ക്രിസ്, നമ്മുടെ പുതിയ റിസർച്ചർ ആണെന്ന് പറഞ്ഞ് ഇതിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ആ സമയം ബേബേ ആണെങ്കിൽ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തായാലും എൻ്റെ അറിവിൽ വേയ്ക്ക് സിബ്ലിങ്സോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ പിന്നെ ഇവനെങ്ങനെ കറക്റ്റ് വേയിനെ പോലെ ഇരിക്കുന്നത് എന്നുള്ള രീതിയിൽ അവൻ പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ആ സമയം ക്രിസ് ആണെങ്കിൽ നിങ്ങളിത് ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന് അറിയത്തില്ല, പക്ഷേ എന്തായാലും അയാൾ ഞാനല്ല, നിങ്ങൾ വെറുതെ നിങ്ങളുടെ സമയം കളയുന്നതാണെന്ന് തോന്നിയെന്നിങ്ങനെ പറയുന്നുണ്ട്. ചാർലി അപ്പോൾ ക്രിസിൻ്റെ അടുത്ത് നീ സീരിയസ് ആയിട്ട് തന്നെയാണോ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ക്രിസ് അതേന്ന് പറയാണ്. ബേബി ആ സമയം പീറ്റിൻ്റെ അടുത്ത് പീറ്റിൻ്റെ പവർ വെച്ചിട്ട് ഇവൻ സത്യമാണോ കള്ളമാണോ പറയുന്നതെന്ന് കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. കാരണം പീറ്റിൻ്റെ പവർ എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അതായത് ആരുടെയെങ്കിലും മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് അവന് മനസ്സിലാക്കാൻ പറ്റും, അവരുടെ മനസ്സിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ പറ്റും. അങ്ങനെ ഇപ്പോൾ ഇവനെ ടച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. ക്രിസിനെ ടച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും പീറ്റിനെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ക്രിസ് പറയുന്നത് സത്യമാണെന്ന്. അങ്ങനെ അവരുടെ അടുത്ത് അവൻ പറയുന്നുണ്ട് ഇവൻ പറയുന്നത് സത്യമാണ്, വേയിനെ കുറിച്ച് ഇവൻ കേട്ടിട്ടുണ്ട്, പക്ഷേ വേ ആരാണെന്ന് ആക്ച്വലി ഇവന് അറിയത്തില്ല എന്ന്. ആ സമയം ക്രിസ് കണ്ടില്ലേ, ഇപ്പോൾ മനസ്സിലായില്ലേ, ഞാനിവിടെ റിസർച്ചിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്നെ വിളിച്ചിട്ട് വന്നതാണ്, പിന്നെ നിങ്ങളായിരിക്കുമല്ലോ ഈ ഒരു ലാബിൻ്റെ ഓണറായിട്ടുള്ള പീറ്റ്, എനിക്കാണെങ്കിൽ നിങ്ങളോട് വർക്ക് ചെയ്യാൻ പറ്റിയതിൽ സന്തോഷമുണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം പീറ്റാണെങ്കിൽ ബട്ട് ഐ എം സോറി, എനിക്ക് നിങ്ങളോട് വർക്ക് ചെയ്യാൻ താല്പര്യമില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് ടച്ചിൻ്റെ അടുത്ത് മറ്റൊരു റിസർച്ചറിനെ കണ്ടുപിടിച്ചിട്ട് ഇയാളുമായിട്ട് റീപ്ലേസ് ചെയ്യാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് പീറ്റ് അങ്ങ് പോകുന്നുണ്ട്. ആ സമയം ഇതെന്താ സംഭവിക്കുന്നതെന്ന് ക്രിസ് ഇങ്ങനെ ആലോചിക്കുകയാണ്. അടുത്ത് പിന്നീട് കാണിക്കുന്നത് വിന്നറിനെയും കെൻറ്റേനെയാണ്. അവരെ ജയിലിൽ നിന്ന് ഇറക്കിയിട്ട് ആ കാറിൽ കൊണ്ടുവന്ന ആൾക്കാർ അവരെ ഇപ്പോൾ ഏതോ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അവിടെ വെച്ചിട്ട് ഇവരാണെങ്കിൽ ടോണീനെ കാണുന്നുണ്ട്. ടോണിയാണെങ്കിൽ മരിച്ചുപോയി എന്നാണ് എല്ലാവരും വിചാരിച്ചത്. എന്നാൽ ടോണീനെ ഇപ്പോൾ ജീവനോടെ കാണുമ്പോഴത്തേക്കും ഇവൻ രണ്ടുപേരും കൂടെ ആയിട്ട് ഷോക്കാവുന്നുണ്ട്. അങ്ങനെ ഇതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുകയാണ്. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ബൈ.